നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. യൂറോപ്പിലെ മഞ്ഞുമൂടിയ ഭൂപ്രദേശങ്ങളിൽ നിന്നോ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നോ അല്ല ഇത്തവണ യുദ്ധഭീഷണി ഉയരുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയഭാഗമായ വെനസ്വേലയിൽ നിന്നുമാണ്. വെനിസ്വേലയുടെ മണ്ണിൽ യുദ്ധകാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇറാനിലേക്ക് നിരോധിത എണ്ണ കയറ്റുമതി നടത്തുകയാണ് എന്നാരോപിച്ച് മറ്റൊരു എണ്ണ ടാങ്കർ കൂടി പിടിച്ചിരുത്തിയിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വൻതോതിലുള്ള സൈനിക സന്നാഹങ്ങളാണ് വെനിസ്വേലൻ തീരത്ത് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതു നിമിഷവും ഒരു അധിനിവേശം ഉണ്ടായേക്കാം എന്ന ഭയപ്പാടിലാണ് ലോകം. വെനിസ്വേലയിൽ US സൈനിക ഇടപെടലിനുള്ള സാധ്യത ട്രംപ് ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. 2019 മുതൽ പ്രാബല്യത്തിൽ വരുന്ന US ഉപരോധങ്ങൾക്കിടയിലെ വെനിസ്വേലൻ എണ്ണ ചരക്ക് പിടിച്ചെടുക്കലിന്റെ ആദ്യ സംഭവമാണ് ഇത്. മേഖലയിൽ വൻതോതിൽ സൈനിക വിന്യാസത്തിന് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതിനുശേഷം വെനസ്വേലയുമായി ബന്ധപ്പെട്ട ഒരു ടാങ്കറിനെതിരെ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന ആദ്യത്തെ നടപടി കൂടിയാണ് ഇത്. എണ്ണ വ്യാപാര രംഗത്തെ നിരീക്ഷണ ഗവേഷണ സ്ഥാപനമായ കെപ്ലറിന്റെ അനുമാനപ്രകാരം അമേരിക്ക പിടിച്ചെടുത്തത് ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കിപ്പർ എന്ന കപ്പലാണ്. വമ്പൻ ക്രൂഡ് കാരിയർ അഥവാ VLCC ഗണത്തിൽപ്പെടുന്ന കപ്പലാണ് ഇത്. നവംബർ പാതിയോടെ നിറച്ച 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഈ കപ്പലിലുണ്ട്. ക്യൂബ ലക്ഷ്യമാക്കിയായിരുന്നു കപ്പലിന്റെ യാത്രയെന്നും കരുതുന്നു. കപ്പൽ കണ്ടുകെട്ടുമെന്ന വാറന്റ് പുറപ്പെടുവിച്ചിരുന്നെന്ന് US അധികൃതർ വ്യക്തമാക്കി. പെന്റഗണിന്റെ അനുമതിയോടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, US കോസ്റ്റ് ഗാർഡ് എന്നിവയാണ് വാറന്റ് പുറപ്പെടുവിച്ചതെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി പറഞ്ഞു. US സൈനികർ ഹെലികോപ്റ്റർ വഴി കപ്പലിലേക്ക് ഇറങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യവും ബോണ്ടി എക്സിൽ പങ്കുവച്ചിരുന്നു. ഇതിനിടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് ട്രംപ് പറയുകയും ചെയ്തു. US വൈകാതെ വെനസ്വേലയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചേക്കുമെന്ന സൂചനയായാണ് ഇതിനെ പലരും കാണുന്നത്. എന്നാൽ അമേരിക്ക എന്ന സൈനിക സാമ്പത്തിക വൻ ശക്തി ആക്രമിച്ചാൽ വെനസ്വേല എന്ന കുഞ്ഞൻ രാജ്യത്തിന് എന്തു ചെയ്യാൻ പറ്റും എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്നാൽ അവിടെയാണ് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുന്നത്. റഷ്യയും അവരുടെ സഖ്യരാഷ്ട്രമായ ബെലാറസുമാണ് ഇപ്പോൾ നിർണായക ഇടപെടലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വെനസ്വേലയെ സൈനികമായും മറ്റു തരത്തിലും ശക്തിപ്പെടുത്തും എന്നാണ് റഷ്യയും ബെലാറസും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പറയുന്നത്. ഇത് സംഭവിച്ചാൽ ക്യൂബൻ മിസൈൽ ക്രൈസിസിനു ശേഷം അമേരിക്കയെ ഇത്ര അടുത്ത് ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി തന്നെയായിരിക്കും വെനസ്വേല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഫോൺ കോളുകൾ, ബെലാറഷ്യൻ ഏകാധിപതി അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ രഹസ്യ കൂടിക്കാഴ്ചകൾ, ഈ 3 സംഭവങ്ങളും ചേരുമ്പോൾ ലോകത്തിലെ 2 വൻശക്തി ചേരികൾ, അതായത് പാശ്ചാത്യ ശക്തികളും റഷ്യയുടെ സഖ്യകക്ഷികളും ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. വെനസ്വേല ഒരു 3ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുന്ന ഒരു തീപ്പൊരിയാകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാരിനെ താഴെയിറക്കാൻ ട്രംപ് ഭരണകൂടം പരമാവധി സമ്മർദ്ദതന്ത്രം പുറത്തെടുക്കുന്നതിനിടയിലാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നത്. നേരത്തെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കരീബിയൻ കടലിൽ അമേരിക്ക വൻ സൈനിക വിന്യാസം നടത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലുകളും F-35 യുദ്ധവിമാനങ്ങളും ആണവശക്തിയുള്ള അന്തർവാഹിനികളും ഈ മേഖലയിൽ നിലയുറപ്പിച്ചു. മയക്കുമരുന്ന് കടത്ത് തടയുക എന്ന മറവിൽ മഡുറോയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയുടെ തുറന്ന ഭീഷണിയാണ് ഇത്. ഇതിനിടെ മഡുറോ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് ട്രംപിനോട് പറഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ മഡുറോ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന റഷ്യയും ബെലാറസും ശക്തമായി രംഗത്തുവരുന്നു. പുടിൻ നേരിട്ട് മഡുറോയെ വിളിച്ചു സംസാരിച്ചു. ലുക്കാഷെങ്കോ വെനസ്വേലയുടെ അംബാസിഡറുമായി 17 ദിവസത്തിനിടെ 2ാമത്തെ കൂടിക്കാഴ്ച നടത്തി. പുടിന്റെ നീക്കം വ്യക്തമാണ്. ലാറ്റിൻ അമേരിക്കയിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറല്ല. ബെലാറസിന്റെ പ്രസിഡന്റ് ലുക്കാഷെങ്കോയുടെ നിലപാട് ഈ വിഷയത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവാണ്. മഡുറോയ്ക്ക് ബെലാറസിൽ എല്ലായ്പ്പോഴും സ്വാഗതമുണ്ടെന്നും ആവശ്യമെങ്കിൽ മഡുറോയെ ഉൾപ്പെടുത്തി ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ലുക്കാഷെങ്കോയുടെ ഈ നീക്കത്തെ കേവലം അഭയം നൽകലായി മാത്രം കാണാൻ കഴിയില്ല. വെനസ്വേല, റഷ്യ, ബെലാറസ് സഖ്യം 3 രാജ്യങ്ങളും അമേരിക്കൻ ഉപരോധങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും US ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നവരുമാണ്. മഡുറോയെ രക്ഷിക്കുന്നതിലൂടെ അമേരിക്കയുടെ പിൻമുറ്റത്ത് ലാറ്റിൻ അമേരിക്ക, റഷ്യ തങ്ങളുടെ സൈനിക രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സൈനിക ഇടപെടൽ സാധ്യതയുമുണ്ട്. മഡുറോയുടെ അഭയനീക്കം വെനസ്വേലയിൽ ഒരു US സൈനിക ഇടപെടലിന് റഷ്യൻ സഖ്യകക്ഷികൾ പ്രതികരിക്കുമെന്നതിന്റെ പരോക്ഷമായ സൂചനയാണ്.
റഷ്യ ഇതിനകം തന്നെ വെനസ്വേലയ്ക്ക് സൈനിക സഹായങ്ങളും ആയുധങ്ങളും റിപ്പോർട്ടുകൾ പ്രകാരം വാഗ്നർ ഗ്രൂപ്പ് പോലുള്ള സ്വകാര്യ സൈനികരെയും അയച്ചുകൊടുത്തിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി വെനസ്വേലയിലേക്ക് US സൈന്യം കടന്നാൽ അത് അപ്രവചനീയമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വെനസ്വേലയിലെ ഈ പ്രതിസന്ധി ഒരു ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഭയക്കുന്നത്. ലാറ്റിൻ അമേരിക്ക തങ്ങളുടെ സ്വാധീന വലയത്തിലാണെന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള US സിദ്ധാന്തമാണ് മോൺട്രോ ഡോക്ട്രിൻ. ഈ മേഖലയിൽ റഷ്യൻ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നത് അമേരിക്ക തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കുന്നു. അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ പ്രവേശിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ റഷ്യൻ സൈനികരോ റഷ്യൻ പിന്തുണയുള്ള മിലീഷ്യകളോ രംഗത്ത് വരികയും ചെയ്താൽ അത് US റഷ്യൻ സൈന്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴിവെക്കും. അത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ NATO സഖ്യം അമേരിക്കയെ പിന്തുണയ്ക്കാൻ ബാധ്യസ്ഥമാകും. അതേസമയം റഷ്യയുടെ സഖ്യകക്ഷികളായ ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയെ സഹായിക്കാൻ രംഗത്തെത്തും. ഇന്ത്യ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ലെങ്കിലും പിന്തുണ നൽകുമോ ഇല്ലയോ എന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. ഒരു സൈനിക സംഘർഷമുണ്ടായാൽ ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുകയും ആഗോള സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്യും. ഇത് യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും. 1962 ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ മിസൈലുകൾ വിന്യസിച്ചപ്പോൾ ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ എത്തിയിരുന്നു. ഇപ്പോൾ വെനസ്വേലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു റഷ്യൻ വിന്യാസമായിട്ടാണ് കാണേണ്ടത്. ഒരു ആണവശക്തിയുടെ പിൻബലമുള്ള സൈനിക നടപടിക്ക് അമേരിക്ക ധൈര്യപ്പെടുമോ അതോ റഷ്യ വഴിമാറിക്കൊടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒരു തെറ്റായ നീക്കം പോലും ലോകത്തെ കൂട്ടക്കൊലയിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പാണ്. വെനസ്വേല ഇന്നൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതൊരു ആഗോള പ്രതിസന്ധിയാണ്. ട്രംപിന്റെ സൈനിക നീക്കം മഡുറോയെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ്. പുടിന്റെയും ലുകാഷെങ്കോയുടെയും നീക്കം മഡുറോയെ രക്ഷിക്കാനും അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുമാണ്. റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ച് ട്രംപ് ഭരണകൂടം വെനസ്വേലയിൽ സൈനികമായി ഇടപെടുകയാണെങ്കിൽ അത് ലാറ്റിൻ അമേരിക്കയിൽ US റഷ്യൻ സൈനികർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് സാധ്യതയൊരുക്കും. ഇത്തരം സംഘർഷം പെട്ടെന്ന് ഒരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അത് അതിവേഗം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വളരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ലോക രാഷ്ട്രീയത്തിലെ ഓരോ നീക്കവും അതീവ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട സമയമാണ് ഇത്. വെനസ്വേല ശാന്തമാകുമോ അതോ ലോകം തീവ്രമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? സമയം മാത്രമാണ് അതിന് ഉത്തരം നൽകേണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.